PR ശിവശങ്കർ, സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളെ മറയാക്കി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന പകൽ കൊള്ളയെപ്പറ്റി അറിയാത്തവരായി ആരുമില്ല. കള്ളപ്പണം വെളുപ്പിക്കാനും അതുപോലെ പാർട്ടി അണികളെ തള്ളിക്കയറ്റി അവർക്ക് ജോലി നൽകി, അവരുടെ ബന്ധുക്കൾക്ക് ജോലി നൽകി, അതുവഴി പാർട്ടി അടിത്തറ ശക്തിപ്പെടുത്താനും അതുപോലെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനും ഈ സഹകരണ സ്ഥാപനങ്ങളെയൊക്കെ CPM ഉപയോഗിക്കാറുണ്ട്. പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് കരുവന്നൂർ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച പാർട്ടിക്കാരെയാണ് CPM വഞ്ചിച്ചത്. അത് ഞാൻ എടുത്തു പറയുന്നത് കാരണം ഞങ്ങൾക്ക് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ്. 3 ജനസഭകളിലും അതിൽ പങ്കെടുത്തവരെല്ലാം CPM അനുഭാവികളാണ്, അവരുടെ കുടുംബങ്ങളാണ്. അപ്പോൾ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ CPM കാരനാണ്, ഞാൻ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ ദുരനുഭവങ്ങളെന്ന് പങ്കുവച്ചത്. അങ്ങനെയുള്ളവരെയാണ് ഇപ്പോൾ പാർട്ടി വഞ്ചിച്ചത്. അത് മാത്രമല്ല, പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഒരു പകൽ കൊള്ള തന്നെ നടത്തി. ആ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവർ പ്രധാനികളൊക്കെ ഇപ്പോൾ EDയുടെ പ്രതിപട്ടികയിൽ വന്നിട്ടുണ്ട്. ശ്രീ ശിവശങ്കർ, ഒരു സമയത്ത് ഈ കേസ് തേച്ചു മായ്ച്ചു കളയാനും ഇതിൽ ചില ഒത്തുതീർപ്പ് ഉണ്ടാക്കും എന്നൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു, പലരും വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ED ഇതാ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ശ്രീ ശിവശങ്കർ? ശ്രീ അനിൽ, ഞാൻ താങ്കൾ പറഞ്ഞ ഭൂരിഭാഗം താങ്കളുടെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നു. ഒരു ചെറിയ വ്യത്യാസം മാത്രം, പ്രധാനപ്പെട്ട പ്രതികൾ അകത്തായി എന്ന് ഉള്ള താങ്കളുടെ നിരീക്ഷണത്തോട് ഞാനൊരു അല്പം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഇവർ പ്രധാനപ്പെട്ട പ്രതികളല്ല, ഇവർക്കും പുറകിൽ ഇതിലും പ്രധാനപ്പെട്ട പ്രതികളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ കാരണവും കൂടി ഞാൻ പറയാം. ബാക്കി താങ്കൾ പറഞ്ഞ, അതിനു മുൻപ് അഡ്വക്കേറ്റ് പ്രമോദ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇത് ഒരു ഒറ്റപ്പെട്ട കരുവന്നൂർ ബാങ്ക് ഒരു ഒറ്റപ്പെട്ട ബാങ്ക് കൊള്ളയാണ് എന്ന് നമ്മൾ ധരിക്കരുത്. ശ്രീ പ്രമോദ് അതിനു മുമ്പ് തന്നെ പറഞ്ഞു, തൃശ്ശൂർ തന്നെയുള്ള മറ്റ് ചില ബാങ്കുകളും ഇത്തരത്തിലുള്ള ബാങ്ക് കൊള്ള എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്ന അതേ ഭാഷ തന്നെയാണ് പ്രയോഗിക്കേണ്ടത്. കൊള്ള തന്നെയാണ് നടന്നിട്ടുള്ളത്. അതിന്റെ കാരണങ്ങൾ ഞാൻ പറയാം. തൃശ്ശൂരും നടന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ സത്യത്തില് നമ്മൾ നോക്കുമ്പോൾ ഇത് CPM വർഷങ്ങളായി, അല്ലെങ്കിൽ എത്രയോ ഒരു 10-20 വർഷങ്ങളായി ഇത്തരം ബാങ്ക് കൊള്ളകളെ വളരെ സമർത്ഥമായി, വളരെ ശാസ്ത്രീയമായി നടത്തുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഗതികേട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, ഇത്തരം ബാങ്ക് കൊള്ളകളെ ശാസ്ത്രീയമായി നടത്തുന്നവരെയാണ് നിരന്തരമായി കോഓപ്പറേറ്റീവ് സൊസൈറ്റി മിനിസ്റ്ററായും വെക്കുന്നത് എന്ന കണക്കുകൾ കൂടി, അല്ലെങ്കിൽ സത്യം കൂടി ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിന് ഒരു ഉദാഹരണം മാത്രം പറയാം, ദീർഘനേരം സംസാരിക്കുന്നില്ല, കാരണം മറ്റുള്ള ആൾക്കാർക്കും പറയണം, അതുമല്ല ജനങ്ങൾ അത് അന്വേഷിക്കട്ടെ. ഈ 1996 മുതൽ ഈ ബാങ്ക് കൊള്ള, കോഓപ്പറേറ്റീവ് ബാങ്കിൽ കൊള്ള നടക്കുന്നുണ്ട്, ഇത്തരത്തിൽ തട്ടിപ്പിന്റെ ലോൺ മേളകൾ നടക്കുന്നുണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. എൻ്റെ അടുത്ത് കിട്ടിയ 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. 1996 കോട്ടയത്തുള്ള ഇളംകുളം സഹകരണ ബാങ്കിൽ ഏറ്റവും വലിയ ഒരു അഴിമതി ആ കാലഘട്ടത്തിൽ 13 കോടി രൂപയുടെ വലിയ ഒരു അഴിമതി കേസ് അന്നത്തെ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള വിജി തമ്പി, സിനിമാ നടന ഇപ്പോഴത്തെ വിശ്വഹിന്ദു നേതാവല്ല കേട്ടോ, മറ്റൊരു വിജി തമ്പി, അദ്ദേഹം വെച്ച രജിസ്ട്രാർ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ 13 കോടി രൂപ 96 വലിയ ഒരു തട്ടിപ്പ് നടന്നതായി ജോയിന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത്, അനിൽ നമ്പ്യാർ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം, അന്നത്തെ അവിടുത്തെ ബാങ്ക് സെക്രട്ടറിയെ കാണാനില്ല. കഴിഞ്ഞ 10-25 വർഷമായിട്ട് കാണുന്നില്ല. ആ മനുഷ്യനെ കുറിച്ച് അന്വേഷണമില്ല. മരിച്ചോ, കൊന്നുകളഞ്ഞോ, മുങ്ങിയതാണോ എന്ന് അറിഞ്ഞൂടാ. ആ ബാങ്കിന്റെ സെക്രട്ടറി ആരാണെന്ന് അന്വേഷിച്ചാൽ ഈ തട്ടിപ്പിന്റെ തുടക്കം മനസ്സിലാവും. ഞാൻ പറഞ്ഞു വരുന്നത്, വർഷങ്ങളായി എന്നിട്ട് ആ ബാങ്കിന്റെ പണം എവിടെ നിന്ന് തിരിച്ചടച്ചു? ആ ബാങ്കിന് എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല? ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് 40 കോടി രൂപ ലോൺ എടുത്തുകൊണ്ട് അത് തിരിച്ചടച്ചു. അപ്പൊ ജില്ലാ സഹകരണ ബാങ്കിലെ പണം അവിടെ പോയി. ഇതെല്ലാം ചോദ്യം ചെയ്യേണ്ടതല്ലേ? അപ്പൊ ഇത്തരത്തിൽ വലിയ കള്ളം നടക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പൊ കോൺഗ്രസ്സുകാർ ഇതിനെ എതിർക്കുന്നുണ്ടല്ലോ? കോൺഗ്രസ്സുകാർക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഈ ഓരോരോ കാലങ്ങളിൽ റബ്ബർ ബോർഡും മാർക്കറ്റ് ഫെഡും അതേപോലെ തന്നെ റബ്കോയും എല്ലാം ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾ നടത്തിയത് ഇത്തരത്തിലുള്ള ബാങ്ക് ലോൺ എടുത്തുകൊണ്ടാണ്. നമുക്കറിയാം, റബ്കോന് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നാണ് ലോൺ കൊടുത്തത്. കോട്ടയത്തു നിന്നും മറ്റൊക്കെയാണ് 200 കോടി കൊടുത്തത്. 350 കോടിയുടെ ലോൺ ഉണ്ട്. റബ്കോനുണ്ട്, റബ്ബർ ബോർഡിനുണ്ട്, അതുപോലെ തന്നെ ഹഡ്കോയ്ക്കുണ്ട്, മറ്റുള്ള പലർക്കും ഉണ്ട്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശാസ്ത്രീയമായി
മറ്റ് നെറ്റ്ഫ്ലിക്സിലൊക്കെ നടക്കുന്ന കൊള്ളകളെക്കാൾ വളരെ ശാസ്ത്രീയമായി കൊള്ള നടക്കുന്നു, ബാങ്കുകൾ കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ജയരാജൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അന്നവസ്ത്രാദി മുട്ടാതി ഞങ്ങളെ രക്ഷിച്ച ദൈവം, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ദൈവം എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ മെക്സിക്കോയിലെയൊക്കെ കൊള്ളക്കാര് ഇന്ന് CPM-ന്റെ കൊടി വെച്ചുകൊണ്ട് അവരുടെ ഇവിടുത്തെ കേരളത്തിലെ നേതാക്കളെ വെച്ചുകൊണ്ട് ആരാധിക്കുന്നു, ഇവരാണ് ദൈവം. എത്ര ശാസ്ത്രീയമായിട്ടാണ്, എത്ര പകൽ വെളിച്ചത്തിലാണ് കൊള്ള നടത്തുന്നത്. ഞങ്ങളൊക്കെ തോക്ക് വെച്ച് വലിയ മുഖം മൂടിയിട്ട് നടത്തുന്ന കൊള്ള, അല്ലെങ്കിൽ 10-15 കോടി നടത്തുമ്പോൾ 300-400 കോടി കൊള്ള വളരെ ശാസ്ത്രീയമായി നടത്തിയിട്ട് അതെല്ലാം മോഡി സർക്കാരിന്റെ തെറ്റാണെന്ന് പറയുവാനുള്ള അത്ര മാനസികമായ ധൈര്യവും ശാസ്ത്രീയ ബോധവും കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ ഏറ്റവും മഹത്തായ പാരമ്പര്യവും ഇതല്ലേ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ സൂചിപ്പിച്ചു വരുന്നത് നിരന്തരമായി ഇത്തരത്തിലുള്ള കൊള്ള നടത്തുന്നു. ഈ കരുവന്നൂർ കാര്യത്തിലും എത്ര മഹത്തരമായ രീതിയിൽ, എത്ര ശാസ്ത്രീയമായ രീതിയിലാണ് ഇവർ കൊള്ള നടത്തിയെന്നറിയാമോ? ജനങ്ങൾ പഠിക്കേണ്ടതാണ്. ED ഉദ്യോഗസ്ഥരെ സമ്മതിക്കണം എങ്ങനെ ഇത് കണ്ടുപിടിച്ചു എന്നുള്ളത്. കാരണം ബേസിക്കലി ഇതിനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പ് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. കാരണം ഈ തട്ടിപ്പിന് അനുസൃതമായി ബാങ്കിലെ എന്തെങ്കിലും ഡാറ്റ തപ്പിച്ചെന്നു കഴിഞ്ഞാൽ ഇന്നും കരുവന്നൂർ അടക്കമുള്ള 80ഓളം ബാങ്കുകളിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒറാക്കിളിന്റെ ലീഗൽ സോഫ്റ്റ്വെയർ അല്ല ഉപയോഗിക്കുന്നത്, ബേസിക് സാധനമല്ല, ഇല്ലീഗൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള പൈറേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ ബാക്കപ്പ് ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ് കൂടുതൽ പാനിക് ആക്കുകയില്ല. നമ്മളുടെയൊക്കെ കയ്യിൽ ഒരു പാസ്ബുക്ക് ഉണ്ട്, ഇത്തരത്തിലുള്ള കരുവന്നൂർ ബാങ്കിന്റെയോ അല്ലെങ്കിൽ ഇത്തരം പൈറേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സൊസൈറ്റിയുടെ ബാങ്കുകളുടെ പാസ്ബുക്ക് ഉണ്ടെങ്കിൽ ഈ പാസ്ബുക്കിൽ പണമുണ്ട് എന്ന് തെളിയിക്കേണ്ട ഗതികേട് നമുക്ക് നാളെ വരും. ആ ബാങ്ക് ഉദ്യോഗസ്ഥരെ അത് റിജക്ട് ചെയ്താൽ. കാരണം അവിടെ തെളിവില്ല. അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഒരു അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡാറ്റ ആയിരിക്കും ആ ബാങ്കിൽ അല്ലെങ്കിൽ അതിന്റെ കമ്പ്യൂട്ടറിലുള്ളത്. ഇതിന് പ്രത്യേകിച്ച് സെർവർ ഇല്ല. ഇത് നിശ്ചയിച്ചിരിക്കുന്നത് അവിടുത്തെ ദിനേശ് ഫുഡ്സിന്റെ ഒക്കെ ഒരു സർവീസ് കമ്പനി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. അതേപോലെ മറ്റേ ഇൻഫോസിസിന്റെയോ അല്ലെങ്കിൽ TCSന്റെ പോലുള്ള വലിയ കമ്പനികൾ, ഫിനാക്കിൽ പോലുള്ള സോഫ്റ്റ്വെയർ അല്ല ഉപയോഗിക്കുന്നത്. ഇത്തരം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാലേ ബാക്കപ്പ് ഉണ്ടാവുകയുള്ളൂ, തിരുത്താൻ പറ്റാതിരിക്കുള്ളൂ. ഇത് ബാങ്കിലെ ബ്രാഞ്ച് മാനേജർ തന്നെ തിരുത്തുന്നു. അതിൽ തന്നെ വലിയ കള്ളക്കളി. ED പറയുന്ന മറ്റൊരു കണക്ക് സൂചിപ്പിക്കുന്നത്, ഒരു ബാങ്കില് 16 ജോലിക്കാരുണ്ട്. കരുവന്നൂർ ബാങ്കിലെ ഒരു ബ്രാഞ്ചിൽ. അതിൽ ഈ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറിന്റെ ഇത് പാസ്വേഡ് കൊടുത്തേക്കുന്നത് അവിടുത്തെ അടിച്ചു തളിക്കാർക്ക് വരെ പാസ്വേഡ് കൊടുത്തായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ ഈ ബാങ്കിലെ സോഫ്റ്റ്വെയറിലെ കമ്പ്യൂട്ടറിലെ ഒരു കറക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 17 പേരും ഉത്തരവാദികളാണെന്ന് വരുന്നു. ബ്രാഞ്ച് മാനേജർക്കോ അവിടുത്തെ സെക്രട്ടറിക്കോ മാത്രം ഉപയോഗിക്കേണ്ട കറക്ഷൻ സോഫ്റ്റ്വെയറിന്റെ പാസ്വേഡ്, ആ പാസ്വേഡ് 17 പേർക്കും കൊടുത്തായിട്ട് എഴുതി ഒപ്പിട്ട് മേടിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ഇത് ശാസ്ത്രീയമായി നാളെ ഒരു അന്വേഷണം വന്നാൽ അവിടുത്തെ ബ്രാഞ്ച് മാനേജർ അടക്കമല്ല, അവിടുത്തെ തൂപ്പുകാരിയും പ്യൂണും അടക്കമുള്ള ക്ലർക്കുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് വന്ന് അവരെയും അന്വേഷണ പരിധിയിൽ വെച്ചുകൊണ്ട് ഈ അന്വേഷണത്തെ തകർക്കുവാനും ഈ അന്വേഷണത്തെ വഴിതെറ്റിച്ച് വിടുവാനുമുള്ള ബുദ്ധി, ഇത് എത്രത്തോളം ഒരു ശാസ്ത്രീയമായ, ഞാൻ വീണ്ടും പദം ഉപയോഗിക്കുന്നത്, ഇതിന്റെ ഒരു ഉള്ളുകള്ളിയുടെ, ഇതൊരു ചെറിയ തട്ടിപ്പല്ല, ഇത്ര മഹത്തരമായ തട്ടിപ്പ് എന്നൊക്കെ പറയേണ്ട ക്ലാസിക് തട്ടിപ്പ്. തട്ടിപ്പ് പോലും പറയരുത്, കൊള്ളാന്ന് തന്നെ നമ്മൾ പറയണം. കൊള്ളയാണിത്, കൊള്ളയാണ്, ക്ലാസിക് കൊള്ള. ഇങ്ങനെയാണ് ഓരോ കാര്യത്തിലും ഇത് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് വാല്യൂ ഇട്ടേക്കണത്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട് EDയുടെ ഡീറ്റെയിലില്. മാർക്കറ്റ് വാല്യൂ ഒക്കെ ഇടുന്നത് അവിടെ ഇരുന്ന് ആരെങ്കിലും മാർക്കറ്റ് വാല്യൂ ഇടുന്നുണ്ട്. മാർക്കറ്റ് വാല്യൂ ഇട്ടിട്ട് എന്തായാലും അതിന്റെ ഇരട്ടി കൊടുത്തിട്ടുണ്ട് ലോൺ. ഒരു പ്രോപ്പർട്ടിക്ക് 10 കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ ഒരു ബാങ്കിന് കൊടുക്കാൻ പറ്റില്ല 50% അല്ലെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ 60 to 70% ആണ് വലിയ വലിയ ബാങ്കുകൾ വരെ കൊടുക്കുന്നത്. പക്ഷെ മാർക്കറ്റ് വാല്യൂവിന്റെ 2 ഇരട്ടി കൊടുത്തിരിക്കുന്നു. അതും നിലത്തിന്. ഒരു പ്രോപ്പർട്ടിക്ക് നോർമലി ഒരു നിലത്തിനൊന്നും ഒരു ബാങ്കുകാരൻ ലോൺ കൊടുക്കില്ല, നികത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട്. പക്ഷെ പാടശേഖരത്തിന്റെ മേൽ ലോൺ കൊടുത്തിരിക്കുന്നു. അതിലും വിചിത്രമായ ഇപ്പോ ഒരു ഉദാഹരണത്തിന് അനിൽ നമ്പ്യാരോ ഞാനോ ആണ് ലോൺ കൊടുക്കുന്നതെങ്കിൽ, ലോണിന് പ്രോപ്പർട്ടി വെച്ചതെങ്കിൽ, അല്ല ആ പ്രത്യേകിച്ച് ബോറോവറുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അത്രയേറെ തട്ടിപ്പുകൾ ഈ സംസ്ഥാനത്ത് ഈ പാർട്ടി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി CPM 1996 മുതൽ ശ്രീ വാസവന്റെ നേതൃത്വത്തിലുള്ള ഇളംകുളം ബാങ്ക് മുതൽ നടത്തിയ തട്ടിപ്പുകൾ, അത്തരം തട്ടിപ്പുകൾ നടത്തുന്നവരെയാണ് നാളെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ മിനിസ്റ്റർ ആക്കുന്നത് എന്ന
ഈ കേരളത്തിലെ തട്ടിപ്പ് സംഘം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിരിക്കുന്നു. ഇതിന്റെ അവസാന ഘട്ടം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നേരിട്ട് തട്ടിപ്പിന്റെ ഉപഭോക്താക്കളായി മാറിയിരിക്കുന്നു. ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്യൂസ് നമ്പർ 68 കരുവന്നൂർ ബാങ്കിന്റെ നടത്തിപ്പിൽ ഇടപെടുക, പ്രതികൾക്ക് അന്യായമായി ലോൺ സമ്പാദിച്ചതിനെ ബാങ്കിൽ കൊടുത്ത് ചതിക്കുക, പ്രതികൾ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം അവരുടെ അറിവോടെ പറ്റുക, ആ പണം കറ പുരളാത്തതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഭാവിയിൽ ഉപയോഗിക്കാമെന്ന ഉദ്ദേശത്തോടുകൂടി കൈവശം വെക്കുക. പറഞ്ഞു വരുന്നത് ഒരു പാർട്ടി അങ്ങനെ തന്നെ കറക്റ്റഡ് ആയിരിക്കുന്നു. പാർട്ടി അക്കൗണ്ടിലേക്ക് ഈ പണം മാറ്റിയിരിക്കുന്നു, പാർട്ടിയുടെ PMI അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് മാറ്റിയിരിക്കുന്നു. മാത്രമല്ല ഒരു ആള് CRP 160 പ്രകാരം നോട്ട് കൊടുത്തത് പാർട്ടിക്ക് അവിടെ ബാങ്കിന് സബ് കമ്മിറ്റി അത്ര ലോൺ സബ് കമ്മിറ്റി, പാർലമെന്ററി പാർട്ടി ഫോർ ലോൺ പിരിവ്, ഇനി പാർലമെന്ററി പാർട്ടി ഫോർ കൊള്ള എന്ന് പറഞ്ഞ് CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പ്രത്യേക വിഭാഗത്തെ വെച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഇത്തരം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുവാൻ വേണ്ടിയിട്ട് CPM പാർട്ടി വർഷങ്ങളായി തൃശ്ശൂര് ഇത്തരം കരുവന്നൂർ ബാങ്കിലടക്കം പല ബാങ്കുകളിലും സബ് കമ്മിറ്റി ഉണ്ടായിരിക്കുന്നു. അവിടെ പാർലമെന്ററി പാർട്ടി ഫോർ ലോൺ തട്ടിപ്പ്, പാർലമെന്ററി പാർട്ടി ഫോർ ലോൺ പിരിവ്, പാർലമെന്ററി സബ് കമ്മിറ്റി ഫോർ തട്ടിപ്പ് ലോൺ, ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് പാർട്ടി തന്നെ തട്ടിപ്പായിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണോ ഇതിനെ വിളിക്കേണ്ടത് എന്നാണ് ജനങ്ങൾ നിശ്ചയിക്കേണ്ടത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി അല്ല, കൊള്ളക്കാരുടെ പാർട്ടിയാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ നേതാക്കൾ വളരെ പുണ്യാളന്മാരാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഒരു തട്ടിപ്പ് ഒരു പുണ്യാളന്മാരുടെയും പ്രശ്നമില്ല. 2017 ഇവിടുത്തെ ഓഡിറ്റിംഗിൽ, സഹകരണ ഓഡിറ്റിംഗിൽ ഈ കാര്യം പുറത്തു വന്നില്ലേ? കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ. 2017 ഓഡിറ്റിംഗിൽ ഇത് തട്ടിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. 2019 രജിസ്ട്രാറിന്റെ അന്വേഷണം വന്നിട്ടുണ്ട്. വ്യാപകമായ ക്രമക്കേടുണ്ടെന്ന് അതിൽ പല കുറി എഴുതി വെച്ചിട്ടുണ്ട്. 2021 വാർത്ത വന്നപ്പോഴാണ് ഇവരതൊക്കെ അറിയുന്നത്. ഇവരുടെ മുൻപിൽ എത്രയോ തവണകളായി കൊടുത്ത പരാതിയുടെ കോപ്പി ഇന്ന് പരസ്യമായി ജനങ്ങളുടെ കയ്യിലില്ലേ, മാധ്യമങ്ങളുടെ കയ്യിലില്ലേ? അപ്പൊ ഇത് മറ്റൊരു കണക്ക് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഏതാണ്ട് 360 കോടി രൂപയുടെ വരുമെന്നുള്ള മറ്റൊരു കണക്ക് പറയുന്നു. പാർട്ടിക്ക് ഇതുവരെ ഈ കരുവന്നൂർ ബാങ്കിൽ കിട്ടാനുള്ള ഇൻട്രസ്റ്റ് അടക്കമുള്ള തുക ഇന്നും കണക്കാക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് വലിയ ഫോമാണ്. ജനങ്ങള് പലരും പാർട്ടിയെ പേടിച്ചിട്ട് പുറത്തേക്കും കൊണ്ടുവരുന്നില്ല എന്നുള്ള കാര്യം പറയുന്നു. അതേപോലെ ഒരു പ്രോപ്പർട്ടിക്ക് ഒന്നിലധികം ലോൺ കൊടുക്കുമ്പോൾ അത് പുറത്തേക്ക് വരാത്ത കണക്കുകൾ, ഇതെല്ലാം കണക്കുകൾ വലിയ തട്ടിപ്പാണ്. ഇത് കരുവന്നൂർ ബാങ്ക് ഒരു ലോൺ തട്ടിപ്പിന്റെ, ശാസ്ത്രീയമായ ലോൺ തട്ടിപ്പിന്റെ ഒരു മകുടമായ കൊള്ളയുടെ മകുടമായ ഉദാഹരണമാണ് ഇത്. ഒന്നല്ല, ഇത് കേരളത്തിൽ ഇത് ഒന്നല്ല, 100 കണക്കിന് ബാങ്കുകൾ, സംസ്ഥാന സർക്കാർ തന്നെ 500ഓളം ബാങ്കുകൾ ലോൺ തട്ടിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പാർട്ടി തന്നെ ലോൺ തട്ടിപ്പ് നടത്തിയതിന്റെ തെളിവ് ഇന്ന് ED മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് പാർട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.